ടാസ്ക് എല്ലാം കൊണ്ട് നശിപ്പിച്ചിട്ട് അവസാനം ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ സംഭവം കിട്ടട്ടെ, അല്ലെങ്കിൽ ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കളിച്ച് അവസാനം ഓരോരുത്തർ ഔട്ടായി നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്താണ് ഇന്ന് നടന്നത്? ഇന്ന് പഞ്ചസാര വിഷയത്തിൽ നെവിനും അതുപോലെ തന്നെ ലക്ഷ്മിയും തമ്മിൽ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഷാനവാസായിട്ട് അനീഷ് പിരിഞ്ഞോ എന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് അനീഷ് വെക്കുന്നുണ്ടോ? അനീഷ് വീണ്ടും ഒറ്റക്ക് കളിക്കാനായിട്ട് പോവാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെയർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം തന്നെ പഞ്ചസാര ഇഷ്യൂ ആണ് വരുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ ലക്ഷ്മി ഈ നെവിനാണെങ്കിൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ പഞ്ചസാര ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി കൊടുക്കില്ല എന്ന് പറയാണ്. അത് ലക്ഷ്മിയുടെ ഭാഗത്താണ്. കാരണം അവർക്കുള്ള റേഷൻ അത് തീർന്നു പോകും. അപ്പോൾ ഒരാൾക്ക് ഒരു ശരാശരി മനുഷ്യൻ ഒരു നേരത്ത് ഒരു ദിവസം 2 നേരം ചായ കുടിക്കും, രാവിലെയും വൈകുന്നേരം. പിന്നെ ഒരു എക്സ്ട്രാ എന്നുള്ള രീതിക്ക് എപ്പോഴെങ്കിലും കുടിക്കും. പക്ഷെ നെവിൻ അങ്ങനെയല്ല. നെവിൻ അപ്പൊ ഈ ചായ ഉണ്ടാക്കി കുടിക്കുന്നു, അതുപോലെ പഞ്ചസാര എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു കാര്യത്തിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നി ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നത്. നിങ്ങൾ മാവ് കുഴച്ചോണ്ട് പോയാൽ വലിയ ജോലി ചെയ്തൊന്നും ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ബിന്നിയും ഷാനവാസ് തർക്കത്തിലാവുമ്പോഴത്തേക്കും ഷാനവാസ് പറയാണ്, ഷാനവാസ് ഈ ഉണ്ടാക്കാൻ വരണ്ടെന്നുള്ളത് നിന്റെ കെട്ടിയടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം, ഷാനവാസിനാണ് ഈ വീട്ടിലുള്ള ആ ഒരു വീട്ടിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ കാര്യങ്ങൾ പറയും. പക്ഷെ ഷാനവാസിന്റെ ഒരു പ്രശ്നം വെച്ചാൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്ന അച്ഛനെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ചേട്ടനെ വിളിക്കും, അമ്മയ്ക്ക് വിളിക്കും. ഇതാണ് ഷാനവാസിന്റെ സ്വഭാവം. അത് ബിഗ് ബോസ് വാണിംഗ് ചെയ്യണം. ബിഗ് ബോസ് വാണിംഗ് ചെയ്ത് ലാലേട്ടനെങ്കിലും വാണിംഗ് ചെയ്യിപ്പിക്കണം. കാരണം ഷാനവാസിന്റെ ഈ കാര്യത്തെ കുറച്ച് ഓവറാണ്. ഈ ആദ്യം തന്നെ നമ്മുടെ മസ്താനി വീട്ടിലുള്ള തന്തയെ പോയി വിളിക്കുന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉള്ളതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഞാനൊക്കെയാണെങ്കിൽ തിരിച്ചു വിളിക്കും. പക്ഷെ ബിന്നിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ബിന്നിക്കൊരു റെസ്പെക്ട് ഉണ്ട് അത് സംസാരിക്കുന്നതിന്. മറ്റൊരാൾ വീട്ടുകാരെ പറയണ്ടെന്നുള്ളൊരു ബിന്നിക്കൊരു റെസ്പെക്ട്. ബിന്നി ഇന്ന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് സംസാരിച്ചു. പക്ഷെ ഷാനവാസാണ് വീട്ടുകാരെ വിളിക്കുന്നത്, തന്തക്ക് വിളിക്കുന്നു, ഹസ്ബൻഡ് വിളിക്കുന്നു. അതൊക്കെ കുറച്ച് ഓവറാണ്. അതൊക്കെ മാറ്റി നിർത്തേണ്ടതാണ് ഷാനവാസിന് ഇത് കൊണ്ടുപോവാണെങ്കിൽ ഷാനവാസിന് നെഗറ്റീവോ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ലാലേട്ടൻ വാൺ ചെയ്യിപ്പിക്കണം. അത് ലാലേട്ടൻ തന്നെ വാൺ ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ഷാനവാസ് അത് ഒതുങ്ങത്തുള്ളൂ. പിന്നെ അനീഷും ആദിലയും തമ്മിലുള്ള വഴക്ക് നടക്കുകയാണ്. ഇതിലെനിക്ക് ആദിലയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അനീഷ് മാന്യമായിട്ടാണ് വന്ന് പറയുന്നത് ആദില പാത്രം കഴുകുക എന്ന് പറയുന്നത്. അപ്പോ ജോലി, ആ പെൺകുട്ടിയുടെ ജോലി എന്ന ഇത് വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണെ ചെയ്യണം, ആദില അത് ജോലി ചെയ്യണം. അതും ചെയ്യാതെ അനീഷിന്റെ ബെഡ്ഷീറ്റ് വലിച്ചെടുത്തിട്ട് ഹാളിലേക്ക് കൊണ്ടുപോയി ഇടുന്നു. അതുപോലെ തന്നെ പാത്രം പിടിച്ചു മറിക്കുന്നു, ഒരു സ്പൂൺ താഴെ ഇടുന്നു, പാത്രം കഴുകുന്നു. അതൊക്കെ കുറച്ച് ഓവറാണ്. ആദില കുറച്ച് ഓവറായി വരുന്നുണ്ട്. ആദില കാരണം നൂറയുടെ ഫാൻസ്, നൂറ കിട്ടുന്ന സപ്പോർട്ടെല്ലാം കുറഞ്ഞു വരും. കാരണം ആദിൽ ഇങ്ങനെ കാണിച്ചാൽ നൂറയുടെ സപ്പോർട്ട് കുറയും. ഒരു ടോപ്പ് 5 വരേണ്ട ആൾക്കാരാണ് ഈ ആദില അല്ലെങ്കിൽ നൂറ. പക്ഷെ എന്ത് ചെയ്യാൻ, ആദിലയുടെ ഇങ്ങനത്തെ സ്വഭാവം, ഈ കച്ചറ സ്വഭാവമാണെങ്കിൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്നിട്ട് ആദില ഈ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചപ്പോൾ ഷാനവാസ് ചോദിക്കുന്നൊക്കെ ഉണ്ട്, ആദില ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അതേ ആള് അന്ന് രാത്രി തന്നെ ആദിലോട് ഇത് തിരിച്ചു പറയുന്നു, ആദിലയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അപ്പൊ ഇത് ഷാനവാസിന്റെ ഒരു ഒറ്റ കൊടുക്കലായിട്ട് തോന്നിയില്ലേ? ഷാനവാസ് ഭയങ്കര ഒറ്റലുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പില് ഷാനവാസ് ഭയങ്കരമായിട്ട് ഒറ്റിയിട്ടുണ്ട് നമ്മുടെ അനീഷിനെ, അത് പറയാം. പിന്നെ ആദില എന്ത് ചെയ്ത് ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചെറിഞ്ഞു. ആദില ഭയങ്കര ഒരുമാതിരി ആദിലയുടെ സ്വഭാവം ഒരു ഗുണ്ടായസമാണ്, നോക്കി പേടിപ്പിക്കുന്നത്. ആദില ഇവിടുത്തെ ആരുമല്ല, കേട്ടല്ലോ, ഗുണ്ടായസം ഇറക്കി കളിക്കണം ആദില. അത് കുറച്ച് കുറക്കണം. പിന്നെ ഇമ്മ്യൂണിറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ അടിപൊളി ടാസ്ക് ആണ്. ചുറ്റിനും ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് കണ്ണടച്ചിട്ട് നടുക്കത്തെ ഒരു കുപ്പി ഉണ്ടാവും. എന്നിട്ട് ബിഗ് ബോസിൽ കുറച്ച് ക്രൂ മെമ്പേഴ്സ് വന്നിട്ട്
ഇവരുടെ ഒരാളുടെ തുറക്കും, കണ്ണ് തുറന്നിട്ട് പേരെടുത്തിട്ട് ആ പേര് ആരാണോ ആ പേരുള്ള ആളുടെ കണ്ണ് തുറന്നിട്ട് ആ കുപ്പി അവരുടെ ഇതിന്റെ നേരെ വെക്കണം, അവരുടെ മേശയുടെ നേരെ വെച്ചിട്ട് എന്താണ് ആ ആള് കണ്ടുപിടിക്കണം ഈ കുപ്പി എനിക്ക് ആരാണ് തന്നത് എന്ന് കണ്ടുപിടിക്കണം. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ആ വെച്ച ആൾ ഔട്ടാവും, തെറ്റുത്തരവ് പറയുന്നെങ്കിൽ ആ ആൾ ഔട്ടാവും. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ആര്യനാണ്, ആര്യന്റെ പേരാണ് ആദ്യം കിട്ടുന്നത്. ആര്യൻ ആദ്യം ജിഷിന്റെ അവിടെ കൊണ്ടുപോയിട്ട് കുപ്പി വെക്കുന്നു. ജിഷിൻ തെറ്റുത്തരം പറയുന്നു, ജിഷിൻ ഔട്ടാവുന്നു. നെവിന് പേര് കിട്ടുന്നു. നെവിൻ ആര്യന്റെ മേശയിൽ കൊണ്ടുപോയി വെക്കുന്നു. ആര്യൻ കണ്ടുപിടിക്കുന്നു, ആരാണ് വെച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആര്യൻ കണ്ടുപിടിക്കുന്നു. ആര്യൻ നെവിനാണെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നെവിൻ ഔട്ടാവുന്നു. സാബുമാന് കിട്ടുന്നു. സാബുമാനാണെങ്കിൽ അനുമോൾക്ക് കൊടുക്കുന്നു. അനുവിന് അനു ഉത്തരം പറഞ്ഞ തെറ്റുന്നു. അനു ഔട്ടാവുന്നു. അനീഷിന് പേര് വരുന്നു. അനീഷ് നേരെ എന്താണ് ഒരു മിനിറ്റ് മക്കളെ, അനീഷ് അക്ബറിന്റെ ഇതിൽ കൊണ്ടുപോയി വെക്കുന്നു. അക്ബർ ഉത്തരം പറയുന്നു ആരാണെന്ന്, അത് അനീഷനെയാണെന്ന് പറയുന്നു. അങ്ങനെ അനീഷ് ഔട്ടാവുന്നു. ആദില സാബുമാൻ്റെ വെക്കുന്നു. സാബുമാൻ ആദിലയാണെന്ന് ഉത്തരം പറയുന്നു. ആദില ഔട്ട്. ഇതേപോലെ കുറെ പേര് ഇങ്ങനെ ചെയ്ത് അവസാനം അക്ബർ ബിന്നിയുമായി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടാസ്ക്. കാരണം ഇങ്ങനെയെങ്കിലും ഒരു അടിപൊളി ടാസ്ക് ഇരിക്കുകയാണ്. കാരണം ഇത് വരുമ്പോൾ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും കുറഞ്ഞു വരുന്ന ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളി ടാസ്ക് ആയിട്ട് തോന്നി. ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നു. അങ്ങനെ ബിന്നിക്കാണ് അവസാനം ഈ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൈജിയുടെ ഒരു സ്പോൺസർ ടാസ്ക് വരെയാണ്. അത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. സ്പോൺസർ ടാസ്ക് ഞാൻ പറയാറില്ല, പക്ഷെ ഇത് നല്ല അടിപൊളി ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ വീക്കിലി ടാസ്ക് പോലെ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് പോലെ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. പക്ഷെ കൊള്ളാം. പിന്നെ രാത്രി അനുമോള് പറയാണ് ഷാനവാസിനോട്, ഷാനവാസിക്ക ആ കോയിൻ കൊടുത്തേക്ക്, സങ്കടം തോന്നുന്നു പറഞ്ഞിട്ട് കോയിൻ ഷാനവാസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് അതേ രാത്രി പറയാണ് എന്താണ് പുതപ്പ് ആദില രാവിലെ പുതപ്പെടുത്ത് വലിച്ചു തന്നതിന് നമ്മുടെ ഷാനവാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനീഷ് ഒറ്റയ്ക്ക് കളിക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട്. വെൽഡൺ. ഇതാണ് വേണ്ടത്. അനീഷ് തന്നെ മനസ്സിലായി ആരെ നമ്മൾ അധികം വിശ്വസിക്കരുത്, അധികം വിശ്വസിച്ച് നമുക്ക് തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലാക്കി അവസാനം ഫ്രണ്ട്ഷിപ്പേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷ് ഒറ്റയ്ക്ക് കളിക്കാനുള്ള തീരുമാനം. നല്ല ഗുഡ് ഡിസിഷൻ ആണ് ഇത്. അടിപൊളി ഡിസിഷൻ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എങ്കിൽ അനീഷിന് കപ്പ് കിട്ടും, ഉറപ്പാണ്. ഇങ്ങനെ മുന്നോട്ട് പോകണം എങ്കിൽ അനീഷ് പൊളിക്കും, കപ്പടിക്കും. ഇതേപോലെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. ഫ്രണ്ട്ഷിപ്പൊക്കെ ആവാം, പക്ഷെ അധികം അടുപ്പിക്കരുത്. നമ്മൾ ആരും അധികം അടുപ്പിക്കരുത്. അപ്പൊ ഇതാണ് എനിക്ക് എപ്പിസോഡിന്റെ റിവ്യൂവിൽ പറയാനുള്ളൂ. ഇത് ഇത്ര വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഇന്നത്തെ എപ്പിസോഡ്, പക്ഷെ ടാസ്ക് കൊടുത്തു, ഇമ്മ്യൂണിറ്റി പവർ കൊടുത്തു. നാളെ ഇനി ചിലപ്പോൾ ജയിൽ ടാസ്കും അങ്ങനത്തെ അതൊക്കെ ആയിരിക്കും, നമുക്കത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്തൊരു വീഡിയോയും വിശേഷ കാര്യം ഉടനെ വരുന്നതാണ്. അപ്പൊ അതായിരിക്കും.